ഹായ് നമസ്കാരം. നമ്മൾ ചെന്നൈയിലാണുള്ളത്. അപ്പോൾ ചെന്നൈയിൽ നമ്മൾ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ മഹാബലിപുരത്തിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറയാം നമുക്കിത്. അപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് മഹാബലിപുരം എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പെബിൾസ് മലയാളം. നമ്മൾ ഈ കാണുന്നതാണ് മഹാബലിപുരം ബസ് സ്റ്റാൻഡ്. ചെന്നൈയിൽ നിന്നും ഇവിടത്തേക്ക് ബസ്സുകൾ ലഭ്യമാണ്. മഹാബലിപുരം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ കാണുന്ന വഴിയിൽ എത്തിച്ചേരുന്നതാണ് ഷോർ ടെമ്പിൾ. ഷോർ ടെമ്പിളിന്റെ മുൻവശത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പം ഇവിടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും പോവാം മഹാബലിപുരത്തെ. അപ്പം ഈ കാണുന്നതാണ് ഷോർ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കാഴ്ചകൾ കാണാം. 1000-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. കല്ലിൽ തീർത്ത ശില്പങ്ങളും ഒറ്റക്കല്ലിലുള്ള മണ്ഡപങ്ങളും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ 2 ക്ഷേത്ര ഗോപുരങ്ങൾ കാണാം നമുക്കിവിടെ. ഷോർ ടെമ്പിളിൽ ആദ്യത്തെ ക്ഷേത്രഗോപുരം 3 നിലയിലും തൊട്ട് പിറകിലേത് 5 നിലയിലുമാണ് കാണാൻ പറ്റുന്നത്. ശിവ വിഷ്ണു ദേവന്മാരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഷോർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ തീരത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ അവിടെ നിൽക്കുമ്പോഴേ കടൽ തീരത്ത് സർഫിംഗ് ചെയ്യുന്നത് കണ്ടു. കുറച്ചുനേരം നമ്മളത് നോക്കി നിന്നു. തിരമാലകൾക്കൊപ്പം നീങ്ങുന്ന കാഴ്ച നമ്മളെ അവിടെ കുറച്ചു നേരം പിടിച്ചു നിർത്തി. മഹാബലിപുരം വരുമ്പോൾ ആരും ഷോർ ടെമ്പിളിൽ ആദ്യം കയറേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം വൈകിട്ട് നമുക്ക് ഷോർ ടെമ്പിൾ സന്ദർശിക്കാം. 6 മണി വരെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രവേശനമുള്ളത്. എന്നാൽ ഷോർ ടെമ്പിളിൽ 8 മണി വരെ നമുക്ക് പ്രവേശിക്കാം. അത് മാത്രമല്ല, രാത്രി കാലത്ത് ഷോർ ടെമ്പിൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലെത്തി. ഇവിടെ കുതിര സവാരി, അതുപോലെ ഒട്ടക സവാരി, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. അടുത്തായിട്ട് നമ്മൾ സന്ദർശിക്കേണ്ടത് പഞ്ചരഥമാണ്. അപ്പം നമ്മൾ പഞ്ചരഥം സന്ദർശിക്കുവാൻ നമ്മൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ആ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് അവിടത്തേക്ക് പോവാം. നമ്മൾ സ്വന്തം വാഹനത്തിൽ വരുമ്പോൾ 75 രൂപ നൽകിയാൽ നമുക്ക് മഹാബലിപുരത്ത് എല്ലായിടത്തും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വേറെ ചാർജുകളൊന്നും നമ്മൾ നൽകേണ്ടതില്ല. പഞ്ചരഥത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത് ദ്രൗപദി മണ്ഡപമാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്തായിട്ട് അർജുന മണ്ഡപവും നമുക്ക് കാണാം. അപ്പം ഈ കാണുന്നതാണ് ദ്രൗപദി മണ്ഡപത്തിലെ കാഴ്ചകൾ. ദ്രൗപദിയുടെ തൊട്ടടുത്തായിട്ട് കുറെ ശില്പങ്ങൾ കാണാം നമുക്ക്. ശില്പങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 1000 വർഷം മുൻപുള്ള അവരുടെ ശില്പകലയിലുള്ള അവരുടെ നൈപുണ്യം. അടുത്തത് നമ്മൾ കാണുന്നത് ദ്രൗപദി മണ്ഡപത്തിന് തൊട്ടടുത്തുള്ള അർജുന മണ്ഡപമാണ്. അതിന് അടുത്തായിട്ട് ഒറ്റക്കല്ലിൽ നമുക്കൊരു സിംഹത്തെ കൊത്തിവെച്ചത് കാണാം. തൊട്ടടുത്തായിട്ട് തന്നെ ആനയെയും കാണാം. ഇതെല്ലാം ഒറ്റക്കല്ലിലാണ് അവർ തീർത്തിരിക്കുന്നത്. നമ്മൾ തൊട്ട് അടുത്ത കാലത്ത് ചെയ്ത ഒരു ശില്പത്തിന്റെ അതേ ഒരു പുതുമയോടെ തന്നെയാണ് ഇവയെല്ലാം നിൽക്കുന്നത്. അപ്പം ഈ കാണുന്നതാണ് മഹിഷാസുരമർദിനി മണ്ഡപം. ഈ മണ്ഡപം പല്ലവ രാജാവായ നരസിംഹവർമ്മനാണ് നിർമ്മിച്ചത്. ശിവഭഗവാന്റെ 3 ഭാവങ്ങൾ ഇതിൽ കാണാൻ നമുക്ക് കഴിയും. 3 കോവിലുകൾ പോലെയാണ് നമുക്ക് ഈ മണ്ഡപം കാണാൻ കഴിയുക. നടുവിലായി നമ്മൾ കാണുന്നത് സോമസ്കന്ദൻ ശില്പമാണ്. വലത്ത് ഭാഗത്ത് മഹിഷാസുരമർദിനി എന്ന ശില്പവും നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ളതാണ് ഇത്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആനന്ദശയനവും കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈശ്വരൻ കോവിലാണ്. മുകളിലേക്ക് കയറി വേണം നമ്മൾ ഈശ്വരൻ കോവിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പം ഈ കാണുന്നതാണ് ഈശ്വരൻ കോവിൽ. ഈശ്വരൻ കോവിൽ പല്ലവ രാജാവായ രാജസിംഹൻ നിർമ്മിക്കപ്പെട്ടതാണ്. വെള്ള നിറത്തിലുള്ള കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും വടക്കു ഭാഗത്തായി രാവണപ്രകമൂർത്തിയുടെയും ശില്പങ്ങൾ നമുക്ക് കാണാം. തൊട്ടടുത്ത്
കടലാണ്. അപ്പം ഇവിടെ നിന്നുള്ള കടലിൻ്റെ കാഴ്ചയും വളരെ ഭംഗിയുള്ളതാണ്. കടൽക്കാറ്റ് കൊണ്ടിട്ടാവാം ചില ശില്പങ്ങളെല്ലാം ചെറുതായിട്ട് കേടുപാടുകൾ വന്നിട്ടുണ്ട്. കടലിന് തൊട്ടടുത്തായിട്ടാണ് ഈശ്വരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈശ്വരൻ കോവിലും ചുറ്റുവട്ടവും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. അതുപോലെ നമ്മൾ ഇതൊരു പാറക്കെട്ടിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇവിടത്തേക്ക് കയറി പോകുമ്പോഴോ ഇറങ്ങി വരുമ്പോഴെല്ലാം വളരെ ശ്രദ്ധിക്കണം. തൊട്ടടുത്തായിട്ട് നമുക്ക് വലിയ പാറക്കെട്ടുകൾ കാണാം. നമുക്ക് ഈ പാറക്കെട്ടിൽ കയറി നിന്നിട്ട് നമുക്ക് കടൽ കാഴ്ചയെല്ലാം കാണാം. നമ്മൾ കുട്ടികളെല്ലാം ആയിട്ട് വരുമ്പോൾ താഴത്തേക്ക് വലിയ ഗർത്തങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇവിടെ എത്തിച്ചേരാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിലേക്കുള്ള സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ 10 മുതൽ 12:30, 2 മുതൽ 4 മണി വരെയുമാണ്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ലൈറ്റ് ഹൗസിന്റെ. അപ്പം നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈശ്വരൻ കോവിലാണ് നമ്മൾ ഒരു സൈഡിൽ കാണുന്നത്. ലൈറ്റ് ഹൗസിൽ നിന്നുള്ള മഹാബലിപുരത്തിന്റെ കാഴ്ച മറ്റൊരു തരത്തിലാണ് കേട്ടോ. കടലും അതുപോലെ തന്നെ ഇവിടെയുള്ള ശില്പങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക ഭംഗിയാണ് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നമുക്ക് മഹാബലിപുരം തരുന്നത്. ലൈറ്റ് ഹൗസ് കണ്ട് നമ്മൾ താഴെ എത്തി. അടുത്തായിട്ട് നമ്മൾ രാജഗോപുരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാജഗോപുരം നമുക്ക് നിറയെ സിനിമകളിൽ കാണാം. നമുക്ക് ദളപതി അതുപോലെ മായാവി എന്നീ സിനിമകളിലെല്ലാം നമുക്ക് ഈ രാജഗോപുരം ലൊക്കേഷനായിട്ട് കാണാം. അപ്പം രാജഗോപുരത്തിൽ വിഷ്ണു അവതാരങ്ങൾ നമുക്ക് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റും. രാജഗോപുരം എന്ന് പറയുമ്പം വിശാലമായ സ്ഥലത്തുള്ളൊരു കൽനിർമ്മിതി ആയതിനാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്ക സിനിമകളിലും ഇത് പാട്ടിൻ്റെയും മറ്റും ലൊക്കേഷനായിട്ട് ഇവർ തിരഞ്ഞെടുക്കുന്നത്. രാജഗോപുരം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗുഹയാണ്. ഗുഹ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പം പാറക്കെട്ടിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈശ്വരൻ കോവിൽ കാണാം. അതുപോലെ ഇവിടെ നിന്നുള്ള കാഴ്ചയും മനോഹരമാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നിറയെ വൃക്ഷങ്ങളും അതിൻ്റെ ഇടയിലായിട്ട് പാറക്കെട്ടുകളും ശില്പങ്ങളും എല്ലാമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക. അപ്പം നിറയെ ഗോപുരങ്ങളും എല്ലാം ഉള്ള കുറേ ക്ഷേത്രങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും മഹാബലിപുരത്തെ. നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ നടന്ന് മുൻപോട്ടേക്ക് പോവുകയാണ്. ഇതിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സേഫ്റ്റിക്കായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകണം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റോക്കട്ട് വരാഹ ടെമ്പിളാണ്. അപ്പം വരാഹ ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വരാഹ ഗുഹയിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് വാമന അവതാരത്തിൻ്റെ ശില്പമാണ്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ലക്ഷ്മി ദേവിയും ദ്വാരപാലകരെയും കാണാം. പുറകിലായിട്ട് നമുക്ക് ആനയെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്ത് വരാഹ അവതാര ശില്പം കാണാം. നമുക്ക് പ്രധാന ശില്പങ്ങളിലൊന്നാണ് ഈ വരാഹ ശില്പം. അപ്പം നമ്മൾ അത് കണ്ട ശേഷം നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഗണേശരഥമാണ്. അപ്പോൾ ഇത് ഒരു ക്ഷേത്രം കൂടിയാണ്, നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും പൂജ നടക്കും. എല്ലാ സമയത്തും ഇവിടെ പൂജാരി ഉണ്ടാവും. നമുക്ക് ക്ഷേത്രം സന്ദർശിക്കാം, പൂജകളെല്ലാം നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു ക്ഷേത്രം ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു രഥത്തിൻ്റെ രൂപത്തിലാണ് നമുക്ക് തോന്നുന്നത്. ഗണേശരഥം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടപ്പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ കാണുന്നതാണ് കൃഷ്ണ ബട്ടർ ബോൾ. കൃഷ്ണന് പ്രിയപ്പെട്ട പെണ്ണയോടാണ് ഇതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തള്ളിയാൽ വീഴുമെന്ന് നമുക്ക് തോന്നും. ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് വർഷമായിട്ട് ഇതേപോലെ നിൽക്കുന്ന മറ്റൊരു പാറയാണ്. അപ്പോൾ ഇവർ ഫോട്ടോഗ്രാഫേഴ്സാണ്. ഫോട്ടോ നമുക്ക് എടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പ്രിന്റ് തരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഒരു പാറയുടെ ഉയരം എന്ന് പറയുന്നത് 6 മീറ്ററാണ്. അതുപോലെ 5 മീറ്റർ വീതിയുണ്ട്. 250 ടണ്ണിലധികം ഇതിന് കനമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മിക്ക ആളുകളും ഇത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും തള്ളി നോക്കും. പക്ഷെ എന്നാൽ നമുക്കിത് അനങ്ങുന്നത് പോലെ തോന്നുമെങ്കിലും കൂടി ഇത് ആ നിന്ന നിൽപ്പിലാണ്. ഒരു മാറ്റവും ഇതിന് വരുന്നില്ല. 1000-ലധികം വർഷമായിട്ടത് ഇതേപോലെയാണ് നിൽക്കുന്നത്. പാറയുടെ അടിവശം വളരെ ചെറിയൊരു ഭാഗം മാത്രമേ തട്ടി നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മുകളിൽ ഇത് ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് 2 വലിയ പാറകൾക്കിടയിലുള്ള ഒരു ക്ഷേത്രമാണ്.
തിരുമൂർത്തി കൽക്കോവിൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരാണ് നിലകൊള്ളുന്നത്. എല്ലാ മണ്ഡപങ്ങൾക്കും പുറമെ നമുക്ക് 2 ദ്വാരപാലകരെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. നടുവിലെ കോവിലിൽ ശിവലിംഗവും കാണാം, പുറകിലായിട്ട് ശില്പങ്ങളും കാണാം. നമുക്ക് മൂന്നാമതായിട്ടുള്ള കോവിലിൽ ബ്രഹ്മദേവനെയും കാണാം. നമുക്ക് 3 കോവിലുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ത്രിമൂർത്തി കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തിരുമൂർത്തി കോവിൽ എന്നാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അർജുനന്റെ തപസ്സാണ്. വലിയൊരു പാറയിൽ നിറയെ ശില്പങ്ങളാണ്. 2 ആനകളെയും കാണാം നമുക്ക്. ഇതിന്റെ ഐതിഹ്യപ്രകാരം നമ്മൾ മുകളിൽ കാണുന്നത് ദേവന്മാരെയും കിന്നരരെയും അതുപോലെ ഗന്ധർവന്മാരെയാണ്. ദേവന്മാരും ദേവലോകവും മറ്റുമാണ് ഇതിൽ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ശില്പങ്ങളെല്ലാം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 1000-ലധികം വർഷം മുൻപുള്ളതാണ്. നമ്മൾ ഇത് കാണുമ്പോൾ 1000-ലധികം വർഷം മുൻപുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം വരും. ഇപ്പോഴും ഇതിൻ്റെ പുതുമ അതേപോലെ തന്നെയുണ്ട്. ഇവിടെയുള്ള മിക്ക ശില്പങ്ങളും അടുത്ത കാലത്ത് നമ്മൾ കൊത്തിവെച്ച അതേ ശില്പത്തിൻ്റെ ഭംഗിയോടുകൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ മണ്ഡപമാണ്. അടുത്തായിട്ട് നമ്മൾ ഷോർ ടെമ്പിളാണ് കാണാൻ പോകുന്നത്. ഷോർ ടെമ്പിൾ നമുക്ക് രാത്രി 8 മണി വരെ പ്രവേശനമുണ്ട്. ഷോർ ടെമ്പിൾ രാത്രിയിലുള്ള കാഴ്ച അതീവ സുന്ദരമാണ്. അപ്പം ഇവർ ലൈറ്റെല്ലാം ചെയ്ത് കടൽ തീരത്തുള്ള ഈ ഒരു ക്ഷേത്രം കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് ഷോർ ടെമ്പിൾ കാണാൻ വരാം. അപ്പം നമ്മൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള മഹാബലിപുരം എന്ന സ്ഥലമാണ് കണ്ടത്. തമിഴ്നാടിൻ്റെ ടൂറിസത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മഹാബലിപുരം എന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ മഹാബലിപുരത്ത് നിന്നും യാത്ര തിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെന്നൈയുടെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ചെന്നൈയിൽ സന്ദർശിക്കുമ്പോൾ 1 ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.